ഈ കേരളത്തിലടക്കം അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം ബിജെപിക്ക് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ആ രാഷ്ട്രീയം നിങ്ങൾ മറന്നുപോകരുത്. സർ, നിർമ്മലാ സീതാരാമൻ നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടത് വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നു, സ്വീകരിച്ചു, കാര്യങ്ങൾ വിശദീകരിച്ചു. വീണ്ടും അദ്ദേഹം ഉന്നയിക്കുകയാണ് അവിടെ എന്താണ് നടന്നതെന്ന് പറയണമെന്ന്. കേരളത്തിലെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പറയും, സ്വാഭാവികമല്ലേ സർ? സർ, കേരളത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാൻ ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാർ എന്ത് പങ്കാ വഹിക്കുന്നു സർ? നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഷെയർ ഏതാണ്ട് 1.92% വെട്ടിക്കുറച്ചു. പ്രതിഷേധമുണ്ടോ സർ? നമ്മുടെ മറ്റു പദ്ധതികളുടെ സ്കീം ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ് സർ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിഹിതം 50%, 40%, 30% വെട്ടിക്കുറയ്ക്കുന്നു. പ്രതികരിക്കാൻ ഈ UDFന്റെ എം പിമാർ തയ്യാറാവുന്നുണ്ടോ സർ? അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് നിന്ന് പട നയിച്ച് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തുന്നതിന്റെ അസ്വസ്ഥത നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ആ അസ്വസ്ഥത നിങ്ങൾക്ക് എല്ലാ കാലവും ഇനി തുടർച്ചയായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സർ. സർ, പട്ടികജാതി ഫണ്ട് നമ്മളങ്ങ് വെട്ടിക്കുറച്ചെന്നാണ് പറയുന്നത്. ഏതാണ്ട് 2980 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവിട്ടു. സർ, 10,663 കുടുംബങ്ങൾക്ക് നമ്മൾ ഈ പദ്ധതി പണം ഉപയോഗിച്ചുകൊണ്ട് ഭൂമി വാങ്ങി നൽകി. ഏതാണ്ട് 770 കോടി രൂപ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ട്. സർ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 59,994 പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഈ ഫണ്ടിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട് സർ. സർ, ഇവർ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? അടിസ്ഥാന ജനവിഭാഗങ്ങൾ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ജനവിഭാഗമാണ്. അവരുടെ പിന്തുണ എല്ലാ കാലത്തും ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല സർ. സർ, ഇവിടെ ചില സാമ്പത്തിക പ്രയാസങ്ങളുടെ ഭാഗമായിട്ട് പ്ലാൻ സൈസിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ പണവും ഇപ്പോ ബഹുമാനപ്പെട്ട ധനമന്ത്രി അനുവദിച്ചു തരികയല്ലേ സാർ? ഏത് മണ്ഡലങ്ങളിലാണ് സാർ പണി നടക്കാതിരിക്കുന്നത്? ഈ മാർച്ച് മാസം 31 മുമ്പ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തകൃതിയായിട്ട് പണി നടക്കുകയാണ്. ഏത് വാർഡിൽ ചെന്നാലും പണി നടക്കുകയാണ്. അവിടെ എല്ലാ റോഡുകളുടെ പണികൾ നടക്കുന്നു, പാലത്തിന്റെ പണികൾ നടക്കുന്നു, മറ്റ് പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ നടക്കുന്നു. ഇത് പണം കൊടുക്കാത്തതുകൊണ്ടാണ് സാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കടക്കം കൃത്യമായിട്ടുള്ള വിഹിതം വിവിധ ഗഡുക്കളായിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് സാർ. സാർ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത പ്രശ്നം വന്നല്ലോ സാർ. UDFനോട് ഞാൻ ചോദിക്കുക, ബ്രാൻഡിങ്ങിന് നിങ്ങൾ അനുകൂലിക്കുകയാണോ? ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന്റെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ എംബ്ലം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ എംബ്ലം വെക്കുന്നതടക്കമുള്ള ബ്രാൻഡിംഗ് നിങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് തരില്ല എന്ന് പറയുമ്പോൾ അതിനെതിരെ പാർലമെന്റിനകത്ത് പ്രതിഷേധിക്കാൻ നിങ്ങളുടെ MP മാർക്ക് കഴിയുന്നുണ്ടോ? ഇതൊന്നും ചെയ്യാത്ത നിങ്ങളാണ് ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സാറ്, BJPക്കെതിരായിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ തന്നെയാണ് സാർ. സാർ, ആ രാഷ്ട്രീയം ഞങ്ങൾ ഇനിയും ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് UDF അതിൽ വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ. സാർ, കഴിഞ്ഞ UDFന്റെ ഭരണകാലം 2011-2016 സാർ, വീടിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞല്ലോ സാർ. സാർ, അന്ന് UDF എത്ര വീടാണ് സാർ കൊടുത്തത്? ആ 5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 30,000-ൽ പരം വീടുകളാണ് ആ UDFന്റെ ഭരണകാലത്ത് കൊടുത്തതെങ്കിൽ കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് 4,10,000 വീടുകൾ ഈ പിണറായി ഗവൺമെന്റ് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്ന് കൂടി കാണണം സാർ. ഒരു വീടിന് ഏതാണ്ട് 4 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുക. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കൂടി ചേർത്തുകൊണ്ട് 4,25,000 രൂപ കൊടുക്കുക. അപ്പൊ ഈ നിലയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള സംഗതിയായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ഇപ്പോൾ ഒരു നരേറ്റീവ് ഉണ്ടാക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രയോറിറ്റി ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പമല്ല എന്നുള്ളൊരു കഥ അദ്ദേഹം മെനയുകയാണ് സാർ. അതിന് ഉപോത്പലകമായിട്ട് ആശമാരുടെ സമരത്തെ മറ്റും ഉയർത്തി കാണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ സാർ, ആശമാരുടെ കാര്യത്തിലടക്കം ഈ ഗവൺമെന്റിന് അനുകൂലമായിട്ട് നിലപാടാണുള്ളത്. അവിടെ കൂടുതലായിട്ടുള്ള പണം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് തരണം എന്നുള്ളൊരു ഡിമാൻഡ് നമ്മൾ വെക്കുകയാണ്. ആ ആശമാരടക്കമുള്ള ഇത്തരം ലേബർമാരെ അവരെ ലേബർമാരായി അംഗീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അവകാശം ഞങ്ങൾ ഉന്നയിക്കുകയാണ് സാർ. സാർ, അതിനൊപ്പം നിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ. LDF ഗവൺമെന്റ് പരമ്പരാഗത മേഖലയിൽ ഏതാണ്ട് 580 കോടി രൂപ ഇതിനോടകം ചെലവിട്ടുണ്ട്. ഖാദി 437 കോടി രൂപ, കയർ 1,600 കോടി രൂപ, കരകൗശലം 47 കോടി രൂപ, ഇങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏതാണ്ട് 64,000 കോടി രൂപ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 8,400 കോടി രൂപ ഇതിനോടകം നമ്മൾ ചെലവിട്ടിരിക്കുകയാണ് സാർ. സാർ, അത് മാത്രമല്ല PSC നിയമനങ്ങൾ ഏതാണ്ട് 2,27,800 നിയമനങ്ങൾ കഴിഞ്ഞ ഈ 2 ഗവൺമെന്റുകളുടെ കാലത്ത് നടന്നിരിക്കുകയാണ് സാർ. സാർ, കഴിഞ്ഞ വർഷം
25 സംസ്ഥാനങ്ങളിൽ PSC വഴി നടന്നത് ഏതാണ്ട് 51,498 നിയമനങ്ങളാണ്. സാർ, ഇതില് 34,116 നിയമനവും കേരളത്തിലാണ് എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ കൂടി നേട്ടമാണ് സാർ. കേരള PSC പ്രതിവർഷം 30,000-ൽ പരം നിയമനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് എന്നുകൂടി നമ്മൾ കാണണം. 2025 നവംബർ 1 കൂടി ഈ കേരളത്തിൽ ദാരിദ്ര്യം കൂടി ഇല്ലാതാകുന്ന ഒരു ശുഭമുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ് സാർ. അത്തരം നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന്റെ ധനവിനിയോഗ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ